ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ, ശ്രീകാന്ത് ബോല. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഞാൻ പറക്കും, പറയുന്നത് ശ്രീകാന്ത് ബോല. ഇത് ഒരു മോട്ടിവേഷൻ ലെസൺ ആണ്. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്താണ്? നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പോന്ന മഹത്തായ കാര്യങ്ങൾ ചെയ്തു വെച്ച എത്രയെത്ര പേർ. ഹെലൻ കെല്ലർ, തോമസ് ആൽവ എഡിസൺ, പൾക്കിവാല, APJ അബ്ദുൽ കലാം തുടങ്ങിയ എത്രയോ പേർ. ശ്രീകാന്ത് ബോല നമുക്ക് ഒരു പ്രചോദനമാണ്. Hello, I am Srikanth, an entrepreneur. Do you know that 51% of Indians are self-employed? അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ശ്രീകാന്ത് ബോലയാണ്, ഞാനൊരു ഓൺട്രപ്രനറാണ്, ഞാനൊരു സംരംഭകനാണ്. നിങ്ങൾക്ക് അറിയാമോ, ഇന്ത്യയിലെ 51% ജനങ്ങളും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് എൻ്റർപ്രനറൽ കപ്പിൾ ഇൻ ദ വേൾഡ്. പാരൻസ്, ഈ ലോകത്തെ ഏറ്റവും സന്തുഷ്ടരായ സമ്പന്നരായ സംരംഭക ദമ്പതിമാരെ നിങ്ങൾക്കറിയാമോ? അവർ മറ്റാരുമല്ല, എൻ്റെ പാരൻസാണ്. ദേ ഏൺഡ് ജസ്റ്റ് 20,000 എ ഇയർ ഫ്രം ദർ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. അവരുടെ ചെറിയ കൃഷിയിടത്തിൽ നിന്നും അവർ പ്രതിവർഷം വെറും 20,000 രൂപയാണ് സമ്പാദിച്ചത്. എന്നാൽ പോലും അവർ സംതൃപ്തരായിരുന്നു. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. വിവാഹിതരായ ഏതൊരു ദമ്പതിമാർക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് അദ്ദേഹം പറയുന്നു. At that moment in time, the term apple of the eye did not mean much to them. എൻ്റെ രക്ഷിതാക്കൾക്ക് ഞാൻ പിറക്കുന്ന സമയത്ത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ആശയം ഒട്ടും അറിയില്ലായിരുന്നു. Neither of my parents had ever seen an apple. എൻ്റെ രക്ഷിതാക്കളിൽ ആരും തന്നെ ഒരു ആപ്പിൾ കണ്ടിട്ട് പോലുമില്ലായിരുന്നു. Nor did I have an eye. എനിക്കാണെങ്കിൽ കണ്ണുകളും ഇല്ലായിരുന്നു. When I was born without eyes, society saw me as a burden. ഞാൻ കണ്ണുകളില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായി കണ്ടു. So, how did the society look at Srikanth Bola when he was born without eyes? The society looked at him as a burden. സമൂഹം അവനെ കണ്ടത് ഒരു പ്രാരബ്ധമായിട്ടാണ്. Some even suggested that I should be smothered. ചില ആൾക്കാർ നിർദ്ദേശിച്ചു, ഇവനെ കൊന്നുകളയൂ, ശ്വാസം മുട്ടിച്ച് ചോക്ക് ചെയ്ത് കൊന്നുകളയൂ, കുഞ്ഞായിരിക്കും, അങ്ങനെ കൊന്നുകളഞ്ഞാൽ പ്രശ്നം തീരും. But my parents showered on me immense love and care. പക്ഷേ എൻ്റെ രക്ഷിതാക്കൾ എന്നിലേക്ക് അളവറ്റ സ്നേഹവും ശ്രദ്ധയുമാണ് നൽകിയത്. എന്നെ വളരെ ശ്രദ്ധയോടെ അവർ വളർത്തി. They felt they were the richest couple in the world and I consider myself the luckiest person. അവർ ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നരായ ദമ്പതിമാരാണ് എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് കിട്ടിയത് ഒരു അന്ധനായ കുഞ്ഞിനെയാണെങ്കിൽ പോലും അവർ സമ്പന്നരാണ് എന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ ശ്രീകാന്ത് ബോലയും ഞാൻ ഏറ്റവും ഭാഗ്യവാനായ ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കി. As a child, I spent much of my time with my father in the fields. ഒരു കുട്ടിയെന്ന നിലയിൽ എൻ്റെ സമയത്തിൽ നല്ലൊരു ശതമാനം ഞാൻ അച്ഛൻ്റെ കൂടെ പാടത്ത് ചിലവഴിച്ചു. However, my short legs made it difficult for me to help. എന്നിരുന്നാലും എൻ്റെ കൊച്ചു കാലുകൾ കൊണ്ട് അച്ഛനെ സഹായിക്കുവാൻ പറ്റുന്ന നിലയിലായിരുന്നില്ല. എനിക്കൊട്ടും അച്ഛനെ സഹായിക്കാൻ പറ്റിയില്ല. My father began to think that perhaps the people who doubted my future might be right. എൻ്റെ അച്ഛനും തോന്നിത്തുടങ്ങി, എൻ്റെ ഭാവിയെപ്പറ്റി സംശയിച്ച ആൾക്കാർ പറഞ്ഞത് ശരിയായിരിക്കുമോ. He realized I didn't fit into the traditional farming model. അദ്ദേഹത്തിന് ബോധ്യമായി, he realized ഒരു
പരമ്പരാഗത കൃഷി വ്യവസ്ഥിതിയിലേക്കൊന്നും ഈ മകനെ ഉൾപ്പെടുത്തുവാൻ കഴിയുകയില്ല, അവനത് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ആ അച്ഛൻ മനസ്സിലാക്കി. Then he decided that education was to be my path. പിന്നീട് അച്ഛൻ തീരുമാനിച്ചു, വിദ്യാഭ്യാസമാണ് എൻ്റെ മകൻ്റെ വഴി എന്ന് ആ അച്ഛൻ തീരുമാനിച്ചു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. Srikanth Bola was admitted to a school. It was far away. He had to walk a long distance. The teachers and classmates at the school ignored him. Yet he worked hard. എന്നിട്ടും അവൻ കഠിനമായി അധ്വാനിച്ചു. വളരെ അകലെയുള്ള കുറേ ദൂരം നടന്നു പോകേണ്ടുന്ന ഒരു സ്കൂളിലാണ് ചേർത്തത്. അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അവനെ അവഗണിച്ചുവെങ്കിലും അവൻ കഠിനമായി അധ്വാനിച്ചു. For 2 years, I sat on the last bench, excluded from activities. 2 വർഷത്തോളം ഞാൻ ആ സ്കൂളിൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്നു. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അവനെ പങ്കെടുപ്പിച്ചില്ല. He was excluded from all activities in the classroom. I then felt like the poorest child in the world. അപ്പോഴെനിക്ക് ഈ ലോകത്തെ ഏറ്റവും ദരിദ്ര വിദ്യാർത്ഥിയാണെന്ന് തോന്നി. Not on account of lack of money. പണം ഇല്ലാത്തത് കൊണ്ടല്ല, but because of loneliness and isolation. ഒറ്റപ്പെടുത്തലും ഏകാന്തതയും കാരണമാണ് എനിക്കങ്ങനെ തോന്നിയത്. Eventually my parents and relatives decided that I should study in a school with students like me. പിന്നീട് എൻ്റെ രക്ഷിതാക്കളും ബന്ധുക്കളും ഞാൻ എന്നെപ്പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് തീരുമാനിച്ചു. അതായത് he must study in a blind school. So I was sent to a special school in Hyderabad. So Srikanth Bola was admitted to a special school in Hyderabad. There I excelled. ഞാൻ അവിടെ വളരെ മെച്ചപ്പെട്ടു. Becoming an outstanding student. There he became an outstanding student, earning top ranks. He could earn top ranks at the school for blind in Hyderabad, and representing India in chess and cricket. He could also represent India in chess and cricket. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. അന്ന് പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ ഒട്ടേറെ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുവാൻ അവന് അവസരം കിട്ടി. അതിൽ ഒന്നാണ് ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ്. അത്തരത്തിൽ വളരെ നല്ല ഒരു അനുഭവം ഹൈദരാബാദിലെ സ്കൂളിൽ ശ്രീകാന്ത് ബോലയ്ക്കുണ്ടായി. When I completed my 10th grade with over 90% marks, I wanted to study science in the AP State Board. ഞാൻ 90% മാർക്കോടുകൂടി 10th ക്ലാസ് ഓർ 10th ഗ്രേഡ് പാസ്സായപ്പോൾ എനിക്ക് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടായി. However, I was told I could only take arts because I was impaired. പക്ഷേ എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് എലിജിബിൾ ടു സ്റ്റഡി സയൻസ് ബിക്കോസ് യു ആർ ഇംപെയർഡ്. നിനക്ക് സയൻസ് പഠിക്കാൻ യോഗ്യതയില്ല, നീ വൈകല്യമുള്ള ആളാണ്, അന്ധനാണ്, കാഴ്ച വൈകല്യമുണ്ട്, അതുകൊണ്ട് സയൻസ് പഠിക്കാൻ ഒക്കുകയില്ല. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈസെൽഫ് വിഷ്വലി ഇംപെയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ്. ഞാൻ എന്നെപ്പറ്റി കരുതിയത് വിഷ്വലി ഇംപെയർഡ് അല്ല, കാഴ്ച വൈകല്യമല്ല, കാഴ്ച വെല്ലുവിളിയുള്ള കുട്ടിയാണ് എന്ന് മാത്രമാണ്. I was not allowed to pursue my passion due to the perceptions of others. മറ്റുള്ളവരുടെ ആശയത്തിനനുസരിച്ച് എൻ്റെ അഭിലാഷം പിന്തുടരുവാൻ എനിക്ക് അവസരം കിട്ടിയില്ല. Rather than accept this, I decided to sue the government. ഈ നിയമാവലിക്കെതിരായി, സർക്കാരിനെതിരായി പോരാടുവാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആ അനീതിക്കെതിരെ കേസ് കൊടുക്കുവാൻ തീരുമാനിച്ചു. Sue means
file a suit. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk. 6 മാസങ്ങൾക്ക് ശേഷം എനിക്ക് സർക്കാർ ഉത്തരവ് കിട്ടി. സയൻസ് പഠിക്കാനുള്ള അനുവാദവും അതിലൂടെ എനിക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ പഠിക്കുന്നത് എൻ്റെ സ്വന്തം റിസ്കിലായിരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. Despite the lack of resources, I worked hard. വിഭവങ്ങളുടെ അഭാവം ഉണ്ടെങ്കിലും, അതായത് ഒരു അന്ധവിദ്യാർത്ഥിക്ക് പഠിക്കണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ വേണം, അതിൻ്റെയൊക്കെ അഭാവം ഉണ്ടെങ്കിലും ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ കഠിനമായി അധ്വാനിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ, ഒരു ഉപദേശകൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഉപദേശിയുടെ സഹായത്തോടു കൂടി വളരെ കഠിനമായി അധ്വാനിച്ചു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ. അവൾ ഒരു ഉപദേശകയാണ്. അവളുടെ സഹായത്തോടു കൂടി അവൻ നന്നായിട്ട് പഠിച്ചു. അവൾ ആ പുസ്തകങ്ങളെല്ലാം, ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓഡിയോ കാസറ്റാക്കി മാറ്റി. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാംസ്. അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷയിൽ 98% മാർക്ക് വാങ്ങി. ദിസ് പ്രൂവ്സ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇമ്പയർമെൻറ്റ് ഓർ ചാലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് anybody who is suffering from an impairment or challenge can achieve great things. എനിക്ക് അന്ധതയുണ്ട് എങ്കിൽ പോലും ഞാൻ എല്ലാവിധ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ കാഴ്ചശക്തി നന്നായിട്ടുള്ള കുട്ടികളെക്കാൾ മെച്ചപ്പെട്ട റാങ്ക് വാങ്ങി അല്ലെങ്കിൽ മെച്ചപ്പെട്ട മാർക്ക് വാങ്ങി, 98%. This proves that anyone, regardless of their impairment or challenges, can achieve great things. However, my journey didn't end there. എന്നിരുന്നാലും എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. IIT പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കേണ്ടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, മത്സര പരീക്ഷ എഴുതാൻ പറ്റില്ല, കാരണം ഞാൻ ബ്ലൈൻഡാണ്. അപ്പോൾ ബ്ലൈൻഡായ കുട്ടിക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പറ്റില്ല എന്നതാണ് അവനോട് പറഞ്ഞ കാര്യം. If IIT didn't want me, I decided I didn't want it either. IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അതിനെയും വേണ്ട എന്ന് ശ്രീകാന്ത് ബോല തീരുമാനിച്ചു. അപ്പോൾ ശ്രീകാന്ത് ബോല decided if IIT didn't want him, he decided that he didn't want IIT also. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അമേരിക്കയിലുള്ള പ്രഗത്ഭമായ സ്ഥാപനങ്ങളിൽ അവൻ അപേക്ഷിച്ചു. അപ്പോൾ അമേരിക്കയിലെ MIT, മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി ആൻഡ് കാർണിഗ് മെലോൺ, ഈ സ്ഥാപനങ്ങളെല്ലാം അഡ്മിഷൻ കൊടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ഐ ചൂസ് ടു അറ്റൻഡ് MIT. അങ്ങനെയാണ് ശ്രീകാന്ത് ബോല MITയിൽ ചേരുവാൻ തീരുമാനിച്ചത്. ബിക്കമിങ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അതിൻ്റെ ചരിത്രത്തിലെ, MITയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു ശ്രീകാന്ത് ബോല. While at MIT, I began to think deeply about my future. അങ്ങനെ ഞാൻ MITയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാവിയെപ്പറ്റി അഗാധമായി ചിന്തിക്കുവാൻ തുടങ്ങി. Should I just get married, settle down and work in corporate America? കല്യാണം കഴിഞ്ഞ് അമേരിക്കയെ പോലെ വികസിതമായ ഒരു പ്രദേശത്ത് സ്ഥിരതാമസമാക്കണമോ എന്ന് ഞാൻ ആലോചിച്ചു. വേണ്ട. നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്? എന്തുകൊണ്ടാണ് അന്ധവിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്?
Why should 10% of India's population who are disabled be excluded from the economy? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ 10% വരുന്ന വൈകല്യമുള്ള വിഭാഗത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ക്രമത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്? ദീസ് ക്വസ്റ്റ്യൻസ് ലെറ്റ് മീ ബാക്ക് ടു ഇന്ത്യ. ഇത്തരം ചോദ്യങ്ങൾ എന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു. വേർ ഐ റിട്ടേൺ ഗിവിംഗ് അപ്പ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. വൈകല്യമുള്ളവർക്ക് വേണ്ടി ഒരു ശക്തമായ സഹായ സ്ഥാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ അമേരിക്കയിൽ എനിക്ക് ലഭിക്കുമായിരുന്ന എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഐ റിട്ടേൺ ടു ഇന്ത്യ ഗിവിംഗ് അപ്പ്, ഉപേക്ഷിക്കുക, giving up all the opportunities in corporate America. He returned. Why did he return? He returned to build a strong support system for the disabled people in India. ഇന്ത്യയിലെ വൈകല്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നല്ലൊരു സഹായ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. We established a platform, Boland Industries, together with my partner to find, rehabilitate, nurture and integrate disabled individuals into society rather than separate them from it. ഞാനും എൻ്റെ പാർട്ട്ണറും ചേർന്ന് ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്ന ഒരു ഇൻഡസ്ട്രി സ്ഥാപിച്ചു. വാട്ട് വാസ് ദ ഒബ്ജക്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ഇൻഡസ്ട്രി? ടു ഫൈൻഡ്, കണ്ടെത്തുക, റീഹാബിലിറ്റേറ്റ്, പുനരധിവസിപ്പിക്കുക, നർച്ചർ, സ്നേഹിക്കുക, ആൻഡ് റീഇൻറ്റഗ്രേറ്റ് ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി. വൈകല്യമുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് ഒഴിവാക്കി അവരെ സമൂഹത്തോട് ചേർത്ത് വയ്ക്കുക, സമൂഹത്തോട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക, സംയോജിപ്പിക്കുക. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആ ഇൻഡസ്ട്രി സ്ഥാപിച്ചത്. റാദർ ദാൻ സെപ്പറേറ്റ് ദം ഫ്രം ഇറ്റ്. അതായത് വൈകല്യമുള്ള ആൾക്കാർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതിന് പകരം അവരെ സമൂഹത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി, റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബോലൻഡ് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചത്. We have supported over 3,000 students in education. ഇതിനകം തന്നെ നമ്മൾ 3000-ഓളം വിദ്യാർത്ഥികളെ സഹായിച്ചു കഴിഞ്ഞു. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സ്പോർട്സ് ആൻഡ് മച്ച് മോർ. അവർക്ക് ജോലിയിലൂടെ റീഹാബിലിറ്റേഷൻ നൽകി, അതുപോലെ സ്പോർട്സിൽ അവസരം നൽകി, അതുപോലെ തന്നെ മറ്റനേകം മേഖലകളിലും അവർക്ക് അവസരങ്ങൾ നൽകി. ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരെ കൂടെ നിർത്തുവാനും സഹായിക്കുവാനും വേണ്ടിയുള്ളതാണ് ബോലൻഡ് ഇൻഡസ്ട്രീസ്. അവർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങളുടെ കമ്പനി ഇപ്പോഴും 150-ലധികം വരുന്ന വൈകല്യമുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്, അവരെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. വിൽപ്പനയിലൂടെ അതിന് $1 മില്യണിലധികം വരുമാനമുണ്ട്. അതായത് $10 ലക്ഷം വരുമാനം ഇപ്പോഴാ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. പക്ഷേ ഇപ്പോഴും നമ്മൾ വളർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിലാണ്, ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രാഥമിക ഘട്ടം, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. വിത്ത് മച്ച് മോർ ടു ഡു. വി ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനി വളർന്ന് ഇവിടുത്തെ ഡിസാബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 lessons. നിങ്ങൾ ഓരോരുത്തർക്കുമായി, എല്ലാവർക്കുമായി 3 പാഠങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. അത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ മനസ്സിലാക്കേണ്ടുന്ന, ഫോളോ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഷോ കമ്പേഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. അതായത് മറ്റുള്ളവർ വികസിക്കുന്നതിന് വേണ്ടി സഹായവും അതുപോലെ അനുകമ്പയും, അല്ലെങ്കിൽ ഒരു ഫീലിംഗ്, സപ്പോർട്ട്, ലവ് അത് നൽകുക. കമ്പേഷൻ നൽകുക, ലവ് നൽകുക, സ്നേഹവും സഹായവും നൽകുക. അതിലൂടെ അവർ വികസിക്കും. ട്രൂ വെൽത്ത് ഡസൻ കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. യഥാർത്ഥ സമ്പത്ത് വരുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നുകൂടിയാണ്, വെറും പണത്തിൽ നിന്നല്ല. അതാണ്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ് ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി.
രണ്ടാമതായിട്ടുള്ളത് റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ്. ജനങ്ങളുടെ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഏകാന്തത ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. സോ loneliness is the worst form of poverty. That is what the idea of Srikanth Bola. So according to Srikanth Bola, what is the worst form of poverty? Loneliness is the worst form of poverty according to Srikanth Bola. അത് നമ്മൾ ഇല്ലാതാക്കണം. Finally, remember that when you do something good, you will be the first to benefit. അവസാനം മൂന്നാമതായിട്ടുള്ള കാര്യം, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഫലം ആദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്തു അയാൾ അനുഭവിച്ചു എന്നല്ല, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അയാളിൽ കാണുന്ന സന്തോഷം നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്കാണ് ആദ്യം ഉണ്ടാകുന്നത് എന്നാണ് ശ്രീകാന്ത് ബോലയുടെ അഭിപ്രായം. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്. ഒരുപക്ഷെ ഈ ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം, ശ്രീകാന്ത് നിനക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല. People with eyes cannot do or could not do anything, and how can you do anything? You being a blind, how can you do anything in this world? You cannot do എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരികയില്ല. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, ഞാൻ ഈ ലോകത്തെ നോക്കി ഉറക്കെ പറയും, ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്കെന്തും ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു എനിത്തിങ്. ഒന്നും ചെയ്യുക എന്നല്ല, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന ഉറച്ച കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നാണ് ശ്രീകാന്ത് ബോല പറയുന്നത്. താങ്ക് യു എന്ന് ശ്രീകാന്ത് ബോല തന്നെ പറയുന്നു.